ഹലോ എവ്രി വൺ. ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ മീഷോൻ്റെ ഒക്കെ റിവ്യൂ വീഡിയോസാണ് നോർമലി ചെയ്യാറ് കേട്ടോ. അങ്ങനെ ഞാൻ ഒരിക്കൽ ചെയ്തൊരു വീഡിയോ ആയിരുന്നു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൻ്റെ വീഡിയോ. എനിക്ക് ഏറെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ അതിനകത്ത് കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കമൻറ്റ്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പം എനിക്കറിയുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അത് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റ് സെക്ഷനിൽ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അറിവുകൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു ഹെൽത്ത് എക്സ്പേർട്ടൊന്നും അല്ല. ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ള ആ ഒരു ടെസ്റ്റ് കിറ്റ്, അതായത് മൂർപിൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ടെസ്റ്റ് കിറ്റ് ആയിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പീരീഡ്സ് ആവുന്നതിൻ്റെ മുന്നേ 3 ദിവസം മുന്നേ നമുക്ക് പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നതും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മളുടെ പീരീഡ്സ് ആവുന്നതിന് മുന്നേയുള്ള കാര്യങ്ങളും ഓവുലേഷനും ഇംപ്ലാന്റേഷനും ആണ് ഞാനിവിടെ പറയേണ്ടത്, ഈ ഒരു കാര്യം വിവരിക്കണമെങ്കിൽ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരു 3 വീഡിയോസിലായിട്ടായിരിക്കും ഞാനിത് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നൊരു കലണ്ടർ വെച്ചിട്ടാണ് കേട്ടോ. ഇത് മെൻസ്ട്രേഷൻ, നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കലണ്ടറാണ്. ഇത് നമുക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കലണ്ടർ ഡൗൺലോഡ് ചെയ്ത് വെക്കുക നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. കാരണം നമുക്ക് ഇതിനകത്ത് കുറേ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. നമ്മളുടെ ഡേറ്റാസൊക്കെ ഇതിനകത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു കലണ്ടർ തയ്യാറാക്കി തരും. അതായത് നമ്മുടെ ഓവുലേഷൻ എപ്പോഴാണ്, നമ്മുടെ പീരീഡ്സ് എപ്പോഴാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കലണ്ടർ തയ്യാറാക്കി തരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു കേട്ടോ. അതായത് എനിക്ക് റെഗുലർ ആയിട്ടാണോ പീരീഡ്സ് ആവുന്നതെന്ന്. അതെനിക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ റെഗുലർ ആണ് അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 29 to 33 ഇതിൻ്റെ ഇടയ്ക്ക് ഏത് ദിവസം വേണമെങ്കിലും എനിക്ക് പീരീഡ്സ് ആവാം. അപ്പം ഇതാണ് എൻ്റെ ഒരു സൈക്കിൾ ലെങ്ത്. ഒന്നെങ്കിൽ 29 ആവും, അല്ലെങ്കിൽ 33 ആവും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഈ ഒരു കലണ്ടറിലൊക്കെ കൊടുക്കുമ്പോൾ അവർ അതിൻ്റെ ഒരു ആവറേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 29 ഉം 33 കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 2 വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ആവറേജ് ഡേ സൈക്കിൾ കണ്ടെത്തുക. അതുകൊണ്ടാണ് ഇവിടെ 32 ഡേ സൈക്കിളായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഒരു 6-7 മിനിറ്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാം ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ അടുത്ത് വരുന്ന വീഡിയോയിൽ ഞാൻ ഓവുലേഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.